തവണ ഞാൻ ലൈവിൽ വന്നപ്പോൾ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആസ്ക് ഹാനി എന്ന് പറയുന്ന ഒരു Q&A സെക്ഷൻ. കഴിഞ്ഞ തവണ ലൈവായിട്ട് വന്നാണെങ്കിലും ഇത്തവണ റെക്കോർഡഡ് ആയിട്ട് വരുന്നത്. ഇടയ്ക്ക് ലൈവും ഇടയ്ക്ക് റെക്കോർഡ് ചെയ്തിട്ടും ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത്. എന്തായാലും ആസ്ക് ഹാനിയുടെ പുതിയൊരു എപ്പിസോഡാണ് എന്നുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആസ്ക് ഹാനി എന്ന് ഹാഷ്ടാഗ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഇതിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഏതായാലും ഇന്ന് കാണാം, മനസ്സിലാക്കുകയെല്ലാം ചെയ്യാം. ആദ്യം വെൽക്കം ടു ഫ്ലൈ. സോ ആസ്ക് ഹാനിയുടെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗിവ് അവേ കോൺടെസ്റ്റ് ഉണ്ടെന്ന്. അത് മഹീന്ദ്രയുടെ ഈ ഒരു ബുക്കാണ്, കോഫി ടേബിൾ ബുക്ക് ടൈംലെസ് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള 5400 rupees വില വരുന്ന 5400 രൂപ വില വരുന്ന ഒരു ബുക്കാണ്. ഇത് മഹീന്ദ്ര നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിലുള്ള 3 വിന്നേഴ്സിന് ആയിരിക്കും ഫസ്റ്റ് ബാച്ച് ഓഫ് ഈ ബുക്ക് ഗിഫ്റ്റ് കിട്ടുക. ഞാൻ ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ കാണുക. അതിനിടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്തായാലും അതിന്റെ ആൻസർ നിങ്ങൾ ശരിയായിട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വിന്നേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ടാവും. ഇനി ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചില കാറുകളെ കുറിച്ച് ചോദിക്കുന്നത്, ചില കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചില കാർ കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ആയിട്ടുള്ള റിക്വസ്റ്റ് പോലെയാണ് അത് എടുക്കുന്നത്. എനിക്ക് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ആസ്ക് ഹാനി എന്നുള്ളത്. എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന SUV എന്ന് പറയുമ്പോൾ ലക്ഷറി SUV അത് ടൊയോട്ട ലാൻഡ് ക്രൂസർ ആണ്. കാരണം ലോകത്ത് തന്നെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ എന്ന് പറയുന്ന ബ്രാൻഡ്. ഞാൻ ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കും കാരണം ടൊയോട്ടയുടെ പല മോഡലുണ്ടെങ്കിലും ലാൻഡ് ക്രൂസർ സ്റ്റാൻഡ് ഔട്ട് നിൽക്കുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. 70ാം വർഷമാണ് ലാൻഡ് ക്രൂസർ പ്രൊഡക്ഷനിൽ, അതായത് ഇത് 70ാം വാർഷികമാണ്. 1951 ലാൻഡ് ക്രൂസർ ഫസ്റ്റ് അവതരിപ്പിക്കുന്നത് ടൊയോട്ട. ഇന്നിപ്പോൾ 2021 ആകുമ്പോൾ 70 വർഷമായി. ഈ 70ാം വർഷം ടൊയോട്ട പുതിയൊരു ജനറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സീരീസ് ആക്ച്വലി ഒരു വേൾഡ് പ്രീമിയർ ആണ് നടന്നിട്ടുള്ളത്. എന്തായാലും മാർക്കറ്റ് ലോഞ്ച് ഈ വർഷം അവസാനത്തോടുകൂടി ഓരോ മാർക്കറ്റ് അനുസരിച്ച് വരുന്നതാണ്. ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും തന്നെ വലിയ ഇൻട്രൊഡക്ഷനും വേണ്ടാത്ത വെഹിക്കിൾ, അത്രയ്ക്കും പ്രശസ്തമായിട്ടുള്ള ഒരു 4 wheel drive ഓഫ് റോഡ് SUV ആണ് ലാൻഡ് ക്രൂസർ. UN, NATO ഇങ്ങനത്തെ ഉള്ള ഒരുപാട് സംഘടനകളും അവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വെഹിക്കിളാണ് ലാൻഡ് ക്രൂസർ. അതിന്റെ റിലയബിലിറ്റിയും അതുപോലെ തന്നെ അതിനും കിട്ടിയിട്ടുള്ള ട്രസ്റ്റും എല്ലാം തന്നെയാണ് ലാൻഡ് ക്രൂസറിന് ഇത്രയും അധികം ഫേമസ് ആക്കിയിട്ടുള്ളത്. ഇപ്പം ലാൻഡ് ക്രൂസറിന്റെ 300 എന്ന് പറയുന്നത് J300 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ജനറേഷൻ മോഡൽ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഈ അൺവീലിംഗ് നടന്നിരുന്നത് ഓൺലൈനിലാണ്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എല്ലാം തന്നെ ഓൺലൈനിലും ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം ലാൻഡ് ക്രൂസർ നമുക്കറിയാം ഇന്നിപ്പോൾ എല്ലാ മാർക്കറ്റിലും സെയിൽ ചെയ്യുന്ന ഒരു വണ്ടിയല്ല. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ പ്രത്യേകിച്ച് UK യൂറോപ്പ് മാർക്കറ്റിലൊന്നും തന്നെ ലാൻഡ് ക്രൂസർ ഇല്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ മാർക്കറ്റിലും ഏകദേശം 170ഓളം രാജ്യങ്ങളിൽ ലാൻഡ് ക്രൂസർ വിൽക്കുന്നുണ്ട്. എന്നാലും അതിലേറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ചില മാർക്കറ്റുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലോഞ്ച് പ്രോഗ്രാം ആയിരുന്നു ടൊയോട്ട നടത്തിയിരുന്നത്. അതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഒന്ന് മിഡിൽ ഈസ്റ്റ് ആണ്, മറ്റൊന്ന് വരുന്നത് ഓസ്ട്രേലിയ, പിന്നെ വന്നിരിക്കുന്ന റഷ്യ, പിന്നെ ആസ് യൂഷ്വൽ ഹോം മാർക്കറ്റാണ് ജപ്പാൻ. ഈ 4 സ്ഥലത്ത് വെച്ചിട്ടുള്ള രീതിയിലുള്ള ലോഞ്ച് ആയിരുന്നു ടൊയോട്ട ചെയ്തിരുന്നത്. അതിൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ UAEയും സൗദിയുമായിരുന്നു അവർ ഹൈലൈറ്റ് ചെയ്തിരുന്ന ലോഞ്ച്. അങ്ങനെയായിരുന്നു ലാൻഡ് ക്രൂസർ ലോഞ്ച് നടന്നത്. എന്നാൽ പുതിയ ലാൻഡ് ക്രൂസറിന്റെ ഒരു എപ്പിസോഡ് വേണമെന്ന് പറഞ്ഞു ഞാൻ കുറച്ചൊന്ന് വേവലാതപ്പെട്ടു. ഞാൻ ആ വണ്ടി കണ്ടിട്ടില്ല, അതുപോലെ തന്നെ കൂടുതലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള 3-4 പേര് ദുബായിലുള്ള പ്രീമിയറിൽ പാർട്ടായത്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. കുറച്ച് ഞാൻ ഫോട്ടോയിലും നമ്മുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയെല്ലാം വെച്ചിട്ടുള്ള എൻ്റെ ഒരു വിലയിരുത്തലും അവർ തന്നിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനന്നിപ്പോൾ ലാൻഡ് ക്രൂസറിന്റെ ഈ ഒരു ഫസ്റ്റ് ഒരു ലുക്ക് കൊണ്ടുവരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ടവർ പറഞ്ഞ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. നമ്മളെ കൂടെ ഡെസേർട്ട് സഫാരിയിൽ ഉണ്ടായിരുന്ന റിയൽ ഓഫ് റോഡേഴ്സിന്റെ മെമ്പേഴ്സായിട്ടുള്ള അഷ്റഫും ആനന്ദുമായിരുന്നു ഈ ഒരു ലോഞ്ചിന് പോയിരുന്നത്. ഇവർ രണ്ടുപേരും ഹാർഡ് കോർ ലാൻഡ് ക്രൂസർ ഫാൻസുമാണ്. ലാൻഡ് ക്രൂസർ ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിലയിരുത്തലും പക്കായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഈ പുതിയ ലാൻഡ് ക്രൂസറിന്റെ സീരീസിലും പറയുന്നത് J300 എന്നാണ്. ഇതിന്റെ മുന്നത്തെ സീരീസ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലുണ്ടായിരുന്ന L200 ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റും. 14 വർഷത്തിന് ശേഷമാണ് ആക്ച്വലി ലാൻഡ് ക്രൂസർ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. 300 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അത് നമുക്കറിയാം കഴിഞ്ഞ ജനറേഷനിൽ 2 ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വന്നിട്ട് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് ക്രൂസറാണ്. ലാൻഡ് ക്രൂസറിൽ ഇപ്പം പുതിയ മോഡൽ ഇറങ്ങുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വർഷം 3 ലക്ഷത്തോളം ലാൻഡ് ക്രൂസറാണ് ഏകദേശം ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഇത്രയും പഴയതായിട്ട് പോലും ലാൻഡ് ക്രൂസർ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട്. ലാൻഡ് ക്രൂസറിന്റെ ടോട്ടൽ മോഡൽ എന്ന് പറയുന്നത് 10 മില്യൺ ആണ്. 10 മില്യൺ എന്ന് പറയുമ്പോൾ 1 കോടിയോളം ലാൻഡ് ക്രൂസർ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫാക്ട്. കുറെ എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും സത്യമാണ് കേട്ടോ.
പഴയ ലാൻഡ് ക്രൂസേഴ്സിലും പല ക്ലബിലെല്ലാമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ചിലത് നമുക്ക് കാണാനും പറ്റാറുണ്ട്. അപ്പോൾ അതെല്ലാം ലാൻഡ് ക്രൂസറിന്റെ ഒരു മഹിമയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രയും ഒരു ട്രസ്റ്റ്ഫുൾ വെഹിക്കിളാണ്. ഇനി പുതിയ ലാൻഡ് ക്രൂസറിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ ലാൻഡ് ക്രൂസർ ബേസ് ചെയ്തിട്ടുള്ള TNGA എന്ന് പറയുന്ന പുതിയൊരു ആർക്കിടെക്ചറിലാണ്, പുതിയ പ്ലാറ്റ്ഫോമാണ്. ടൊയോട്ട ന്യൂ ജനറേഷൻ ആർക്കിടെക്ചർ എന്നാണ് അതിന്റെ പേര്. ഇതിന് ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴും ലാൻഡർ ഫ്രെയിം ഷാസിന്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയായിട്ടാണ് ലാൻഡ് ക്രൂസർ വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന മറ്റുള്ള ചില വേൾഡ് ഫേമസ് ആയിട്ടുള്ള SUV മെർസിഡീസ് G വാഗണും Jeep Wrangler എല്ലാം ഇപ്പോഴും ലാൻഡർ ഫ്രെയിമിലുള്ളത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ടഫ്നെസ്സും റിജിഡിറ്റിയും. ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞാൽ എനിവേർ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ബിൽഡ് വേണമെങ്കിൽ ഇതൊക്കെ ഷാസി ഫ്രെയിമായിട്ടുള്ള രീതിയിലുള്ള ബോഡി കൺസ്ട്രക്ഷൻ തന്നെ വേണം. എന്തായാലും പുതിയ ലാൻഡ് ക്രൂസറിന് കമ്പനി അവകാശപ്പെടുന്ന 200 കിലോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് പുതിയ എഞ്ചിൻസുമാണ്. നേരത്തെ ഉണ്ടായിരുന്ന V8 മാറി ഇപ്പോൾ V6 ആണ് വന്നിരിക്കുന്നത്. എഞ്ചിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് നമുക്ക് ഡിസൈനെ കുറിച്ച് നോക്കാം. ഡിസൈനെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഡിഫറെന്റ് ട്രിമ്മിലാണ് ആക്ച്വലി ലാൻഡ് ക്രൂസർ കാണാൻ പറ്റുന്നത്. ഒന്ന് കുറെ കൂടി നോർമൽ ആയിട്ട് നിൽക്കുന്നു, ഒന്ന് കുറെ കൂടി അഗ്രസീവ് ആയിട്ടുള്ള ട്രിമ്മാണ്. GR എന്ന് പറയുന്ന ട്രിമ്മാണ്. അത് ഗ്യാസോ റേസിംഗ് എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ഒരു സ്പോർട്ട് ഡിവിഷനാണ്. നമുക്കറിയാം യാരിസിന്റെ എല്ലാം മോഡൽ അതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ GR എന്ന് പറയുമ്പോൾ കുറെ കൂടി ഒരു അഗ്രസീവ് ലുക്ക് ഉണ്ട്. എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള GRന്റെ ലുക്സ് ആണ്. ബ്ലാക്ക് ബമ്പറും ബ്ലാക്ക് ഗ്രില്ലറായിട്ട് വന്നിട്ടുള്ള ഒരു ലുക്കാണ്. മറ്റത് കുറെ കൂടി സട്ടിൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് വന്നിരിക്കുന്നത്. കുറെ കൂടി ലക്ഷൂറിയസും ഒരു ഹ്യൂജ് പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് സാധാരണ ഒരു വേരിയന്റ് ഉള്ള VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഡിഫറെന്റ് മാർക്കറ്റിൽ ഡിഫറെന്റ് വേരിയൻസ് ആയിരിക്കും അവൈലബിൾ ആവുക. ചില മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ റഷ്യയിലോ അവൈലബിൾ ആവില്ല എന്ന് കമ്പനിയുടെ ഒരു വീഡിയോ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ലുക്സിനെ കുറിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആനന്ദും അഷ്റഫും പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഉള്ള ലാൻഡ് ക്രൂസറിന്റെ ഏകദേശം സെയിം ഡയമെൻഷൻ ആയിട്ടാണ് വരുന്നത്. പക്ഷെ കാഴ്ചയിൽ കുറച്ചുകൂടി ചെറുതായ ഒരു ഫീൽ, കുറച്ചുകൂടി ഒന്ന് ഒതുക്കം കിട്ടിയൊരു ഫീലുള്ള. നമ്മൾ ഫോട്ടോയിൽ കൂടുതൽ വൈറ്റ് കളറിൽ വന്നുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ മേലുള്ള ഒരു മാസ്കുലിൻ ലൈൻസും ആ ഒരു കട്ടിംഗ് ഒന്നും തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള വീൽ ആർച്ചും അതുപോലെ തന്നെ റിയറിലുള്ള ഹിപ്പിന്റെ അവിടെ വന്നിരിക്കുന്ന കട്ടിങ്ങെല്ലാം തന്നെ വളരെ ഒരു സ്ട്രോങ് ഫീൽ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ചുകൂടെ എയറോഡൈനാമിക്സ് കൂടിയിട്ടുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നത്. അത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി കേർവ്സിന് വളരെ സ്മൂത്തായി മാറിയിട്ടുള്ളതാണ്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ റിയറും കുറെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡ് ക്രൂസും ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ലെക്സസിന്റെ ഒരു ചായയുള്ള രീതിയിലാണ്. എനിക്ക് പേഴ്സണലി ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയിരുന്നത് നിസാൻ പെട്രോളിന്റെ ഒരു റിയർ ക്വാർട്ടർ ആയിരുന്നു. അപ്പം അനന്തും എല്ലാം പറഞ്ഞിരിക്കുന്ന കുറെ കൂടി ലെക്സസിന്റെ ഒരു ഫീൽ ഉണ്ടെന്ന്. പക്ഷെ കുറച്ചുകൂടി സ്റ്റാൻഡ് അപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്കിപ്പോഴും ആ നിസാൻ പെട്രോൾ ഇൻഫിനിറ്റിന്റെ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട് റിയർ കാണുമ്പോൾ. പക്ഷെ എന്തായാലും അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഡയമെൻഷൻ വൈസ് വലിയ ഡിഫറൻസ് വന്നിട്ടില്ല, സെയിം ഏകദേശം ഡയമെൻഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ പുതിയ ലാൻഡ് ക്രൂസർ 300 വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുറെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നത് ഞാൻ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന മേജർ ഒരു ചേഞ്ചുള്ള ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി മാറി പുതിയതിൽ. നേരത്തെ 7 ഇഞ്ചിന്റെ ഒരു സ്ക്രീനായിരുന്നു, ഇപ്പം 12.3 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവിധ കൺട്രോൾസും പറ്റുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ ആപ്പിളിന്റെ കാർപ്ലേയും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാവിഗേഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന മീറ്ററിന്റെ സെന്ററിൽ വന്നിരിക്കുന്നത് 7 ഇഞ്ചിന്റെ ഡിജിറ്റൽ ആയിട്ട് സ്ക്രീനെല്ലാം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് റീവർക്ക്ഡ് ആണ്, അതും നല്ല സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം ഉള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യയിൽ പല കാറുകളിലും ഇപ്പോൾ സ്വിച്ചസ് എല്ലാം മാറി ടച്ചായി മാറുന്നുണ്ട്. പക്ഷേ ഇതിൽ സ്വിച്ചസ് എല്ലാം കുറേ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ കൂടെ ലക്ഷൂറിയസ് ആയിട്ട് ഫീലും മോഡേൺ ഫീലും ഇന്ത്യയിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ ലാൻഡ് ക്രൂസറിന്റെ സീറ്റ്സ് നമുക്കറിയാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അത് പുതിയതിൽ കുറച്ചുകൂടി കംഫർട്ട് കൂടിയതായിട്ടാണ് ഇവരുടെ അഭിപ്രായം. സെക്കൻഡ് റോ ഫസ്റ്റ് റോ എല്ലാം തന്നെ കംഫർട്ടബിൾ. തേർഡ് റോയിൽ നേരത്തെ തന്നെ വലിയ ആളുകൾക്ക് ഇരിക്കാവുന്ന സ്പേസ് ഉള്ള സീറ്റ് അതും അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഹെഡ്റൂം എല്ലാം കൂടിയതുപോലെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞു. അവർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിരുന്നു. പക്ഷേ ഫോട്ടോസും ക്യാമറ എല്ലാം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവർക്കത് എടുക്കാൻ പറ്റിയില്ല. ഇത്രയുമാണ് അവർ തന്നിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. ഇതിൽ പിന്നെ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം JBL ഒരു 14 സ്പീക്കറിന്റെ സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്. അതും നല്ലൊരു സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അതും ഒരു എക്സ്പീരിയൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവരുടെ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആണ്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. ഞങ്ങൾ വെറുതെ ഒരു റിവ്യൂസ് വായിച്ചിട്ടോ എന്നുള്ള രീതിയിലുള്ള അവർ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഒരു ഓഫ് റോഡ് പാക്ക് എന്ന് പറഞ്ഞിട്ടാണ് GRൽ വന്നിരിക്കുന്നത്. GR സീരീസിൽ സാധാരണ GR എന്ന് പറഞ്ഞാൽ റേസിംഗ് സ്പെക്കിൽ വരുന്നതാണെങ്കിൽ ഇതിൽ പവർ എൻഹാൻസ്മെന്റ് കാര്യം
പറയുന്നില്ല. ബോഡിയിലുള്ള കിറ്റിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഈ ഗ്രില്ലിൽ മാറ്റമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബമ്പറിൽ കുറച്ചുകൂടി ഷോർട്ടൻ ചെയ്തു. അതുകൊണ്ട് അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളിലും ബെറ്റർ ആയിട്ടുണ്ട്, കൂടുതൽ ഓഫ് റോഡിന് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാഴ്ചയിലും ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടി അഗ്രസീവ് ഫീൽ ആ ഒരു GR എഡിഷനിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെയാണ് ലാൻഡ് ക്രൂസറിന്റെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി എഞ്ചിനാണുള്ളത്. എഞ്ചിൻ നേരത്തെ ഉണ്ടായിരുന്ന V8 ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പക്ഷെ 2 V6 വന്നിട്ടുണ്ട്. ഈ 2 V6ഉം പവർഫുൾ ആണ്. ഒന്ന് പെട്രോളും ഒന്ന് ഡീസലും ഉണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻസ് ആണ് വന്നിരിക്കുന്നത്. ബോത്ത് പവറിലും ടോർക്കിലും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. പെട്രോൾ വരുന്നത് 3.5 ലിറ്റർ V6 പെട്രോളാണ്. അതിന് ഏകദേശം 415 HP പവറും 650 Nm ടോർക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസൽ വരുന്നത് 3.3 ലിറ്റർ V6 ആണ്. അതിന് ഏകദേശം 309 HP കരുത്തും 700 Nm ടോർക്കുള്ളത്. ഈ 2 ഫിഗേഴ്സും നേരത്തുള്ള V8നേക്കാളും കൂടുതലുള്ള ഫിഗേഴ്സ് ആണ്. കുറച്ചൊരു നല്ല പെർഫോമൻസ് ആയിരിക്കും പുതിയ ജനറേഷൻ എഞ്ചിൻ. അപ്പോൾ അതുകൊണ്ടുള്ള സ്മൂത്ത്നെസ്സും റിഫൈൻമെന്റും ഉണ്ടാവുമെന്നാണ് ടൊയോട്ട എഞ്ചിനീയേഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ 2 എഞ്ചിനോട് വെയിറ്റ് ചെയ്യുന്നത് 10 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന വലിയൊരു ഷിഫ്റ്റ് ആണ് 10 സ്പീഡ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് നമുക്ക് ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഗിയർ ബോക്സും കൂടി കൂടുമ്പോൾ നല്ലൊരു എഫിഷ്യൻസി നമുക്ക് ഫിഗേഴ്സ് കിട്ടും എന്ന് കരുതാം. പിന്നെ ലാൻഡ് ക്രൂസർ ആണ്, നമുക്കറിയാം ഓഫ് റോഡർ വെഹിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ 4-wheel drive സിസ്റ്റം വരുന്നുണ്ട്. അത് തന്നെ ഹൈ റേഷ്യം, ലോ റേഷ്യം, ഡിഫ്ലോക്സ് എല്ലാം വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വണ്ടിയുടെ ലോഞ്ചോട് കൂടി നമുക്കറിയാം. എന്തായാലും അതിൽ വന്നിരിക്കുന്ന പുതിയൊരു ടെക്നോളജി ഉണ്ട്. മൾട്ടി ടെറൈൻ സെലക്ട് എന്നാണ് ആ ടെക്നോളജിയുടെ പേര്. അത് നമ്മൾ ഓരോ മോഡ്സും സെലക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഓഫ് റോഡ് സിസ്റ്റം, അതിനനുസരിച്ച് ടോട്ടൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന് സിമിലർ ആയിട്ടുള്ള സിസ്റ്റം ലാൻഡ് റോഡ് ഡിഫറൻറ്റിലെല്ലാം വന്നിരിക്കുന്നത് നമുക്കറിയാം, ടെറൈൻ കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ ലാൻഡ് റോഡ് ഡിഫറൻറ്റിൽ വന്ന സിമിലർ ആയിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് മൾട്ടി ടെറൈൻ മോണിറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ലാൻഡ് റോവറിന്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മുമ്പിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ ക്യാമറയിൽ ആദ്യം തന്നെ ഫീഡ് ചെയ്തിട്ട് ഒരു 5 മീറ്റർ മുമ്പുള്ള ഇമേജസ് ഫീഡ് ചെയ്തിട്ട് നമ്മൾ ബോണറ്റ് അവിടെ എത്തുമ്പോൾ അതിന്റെ ഇമേജിൽ മേലെ കാണിക്കുന്നു. അപ്പം അണ്ടർ ബോഡി എങ്ങനെ ഉണ്ടാവും, എന്താണ് ഒബ്സ്റ്റക്കിൾസ് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു മിററിംഗ് ഇമേജ് സിസ്റ്റമാണത്. അതും ഒരു ലാൻഡ് ക്രൂസറിൽ പുതിയ ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഫീച്ചർ വൈസ് ലാൻഡ് ക്രൂസറിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊന്നും തന്നെ നമുക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ആവില്ലെന്നറിയാം. അതുകൊണ്ട് എന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു, ഞാൻ എപ്പോഴും പറയുന്നത് എന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു അന്ന് നമ്മളത് കൊണ്ടുവന്നിരിക്കും. അതിനിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരും. ടൊയോട്ട ആണ്, ലാൻഡ് ക്രൂസർ ആണ്, നമുക്കറിയാം ഏറ്റവും അധികം ഫാൻസ് ഉള്ള വണ്ടികളിലൊന്നാണ്. ലാൻഡ് ക്രൂസർ ആകുമ്പോൾ തന്നെ പലപ്പോഴും പലരും എപ്പിസോഡ് കൊണ്ടുവരാൻ പറയാറുണ്ട്. അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഓൾറെഡി മിസ്സായവർക്ക് കാണാം. പുതിയാണ് എന്ന് എൻ്റെ കൈ കിട്ടുന്നു അന്ന് ഞാൻ അതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് കൊണ്ടുവന്നിരിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. ഈ പുതിയ ലാൻഡ് ക്രൂസറിന്റെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് ഗിവ് എവേന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഗിവ് എവേന്റെ ബുക്ക്. ഞാൻ വീണ്ടും പറയുന്നത് ടൈംലെസ് മഹീന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു കോഫി ടേബിൾ ബുക്കാണ്. കോഫി ടേബിൾ ബുക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാടൊന്നും വായിക്കാൻ ഉണ്ടാവില്ല. നമുക്ക് നല്ല രസമായിട്ടുള്ള പിക്ചറസ് റീഡിംഗ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല പിക്ചേഴ്സ് എല്ലാം വരും, അതിൽ കുറച്ച് വായിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല സംഗതി ഉണ്ടാവും, നിങ്ങൾക്ക് അത് നോക്കാം. മഹീന്ദ്ര റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഗിവ് എവേന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിന്തിച്ചാലും ഒന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മഹീന്ദ്ര റീസെന്റ് ഡിസൈൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വലിയൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ബോൾഡ് മൂവ് ചെയ്തിട്ടില്ല. 2015 അത് നടന്നിട്ടില്ല. അത് എന്താണ്? ഡിസൈനിങ് രംഗത്ത് മഹീന്ദ്രക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2015 നടന്നിട്ടില്ല. അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് ആൻസർ കമന്റ് ആയിട്ട് അറിയിക്കാം. ആസ്ക് ഹാനി എന്ന് ഹാഷ്ടാഗ് ചെയ്തിട്ട് എന്താണോ ആൻസർ നിങ്ങൾ കമന്റിൽ അറിയിച്ചാൽ മതി. അത് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇതിൻ്റെ ഒരു പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. മഹീന്ദ്ര 2015 ഡിസൈൻ ഇംപ്രൂവ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വലിയ സ്റ്റെപ്പ് ഉണ്ട്. അതെന്താണെന്ന് 3 ആൾക്കാരായിരിക്കും പ്രൈസ് വിന്നേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് അവരെ അടുത്ത ആസ്ക് ഹാനിയിൽ അനൗൺസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ അങ്ങനെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് വളരെ വണ്ടികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ വായിക്കുന്നില്ല, പക്ഷേ ഞാൻ അത് കൊണ്ടുവരാൻ ശ്രമിക്കാം. അത് ഞാൻ പ്രോമിസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ജാസിലാണ് അത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് സെഗ്മെന്റ് A, B, C, D എക്സെട്ര മീൻസ്? എന്താണ് ABCD എന്നുള്ള സെഗ്മെന്റ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നാണ് ജാസിന്റെ ക്വസ്റ്റ്യൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് A സെഗ്മെന്റ് കാർ, B സെഗ്മെന്റ് കാർ എന്നെല്ലാം. അപ്പം ഈ സെഗ്മെന്റൈസേഷൻ ഒരു മാർക്കറ്റിൽ ഓരോ വണ്ടികൾക്കുള്ള സെഗ്മെന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഹാച്ച്ബാക്ക്, സിഡാൻ, SUV, MPV ഇതെല്ലാം പറയുന്ന പോലെ തന്നെ ഇതിലും ഓരോ വലുപ്പവും ഇഞ്ചിൻ സൈസ് അനുസരിച്ചിട്ടുള്ള സെഗ്മെന്റൈസേഷൻ ഓരോ മാർക്കറ്റിലും ചെയ്യുന്നുണ്ട്. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓരോ മാർക്കറ്റിലും ഓരോ സെഗ്മെന്റേഷൻ ആണ്. ഇന്ത്യയിലിപ്പോൾ A സെഗ്മെന്റോ B സെഗ്മെന്റോ പറയുന്നതായിരിക്കില്ല യൂറോപ്പിലെ A യും B സെഗ്മെന്റ്, അതുപോലെ തന്നെ അമേരിക്കയിലെ A യും B സെഗ്മെന്റ്.
ഇപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമുക്ക് കോമൺലി അറിയാത്ത പല സെഗ്മെന്റ്സ് ഉണ്ട്. ജപ്പാനിലെ കീ കാർ സെഗ്മെന്റ് ഉണ്ട്, ചെറിയ കാറുകൾക്ക്. അപ്പം അങ്ങനെ പല സെഗ്മെന്റൈസേഷൻ ഉണ്ട്. ഇപ്പം ഇന്ത്യയിലാണെങ്കിലും ABC എന്ന് പറയുന്ന പോലെ തന്നെ A1, A2, A3 ഇങ്ങനെ കുറേ സെഗ്മെന്റ് ഉണ്ട്. ഇത് ബേസിക്കലി മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ വലുപ്പം, അത് ലെങ്ത് ആണ് മെയിൻലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെങ്ത്തും എഞ്ചിൻ സൈസും പ്രൈസിങ് എല്ലാം കണക്കിലെടുക്കുന്നത്. അപ്പോൾ ലെങ്ത് 3.4 മീറ്റർ താഴെ വരുന്ന ചെറിയ ഹാച്ച് പാക്കുകളാണ് A സെഗ്മെന്റിൽ അഥവാ A1 സെഗ്മെന്റിൽ പെടുന്നത്. ഈ കാറുകൾ മിക്കവാറും 800cc താഴെ എഞ്ചിൻ വരുന്ന സെഗ്മെന്റ് ആയിരിക്കും. ഇതിന്റെ മേലെ വരുന്ന 1.2 വരെയുള്ള സെഗ്മെന്റും അതുപോലെ തന്നെ 4 മീറ്ററും താഴെ വരുന്നതാണ് B സെഗ്മെന്റ് ആയിട്ട് വരുന്നത്. അതിലും ഹാച്ച് പാക്കും ചിലപ്പോൾ ചില കേസസ് സിഡാൻസിലും വരാറുണ്ട്. A1, A2 തന്നെ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സെഗ്മെന്റിനും ഓരോ സൈസും അത് എഞ്ചിൻ കപ്പാസിറ്റിയും അനുസരിച്ചിട്ട് ടാക്സേഷനും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ സെഗ്മെന്റൈസ് ചെയ്തിട്ടുള്ളത്. വെറും വണ്ടിയുടെ വലുപ്പം മാത്രമല്ല, ഇതിന്റെ ഒരു ടാക്സേഷനും കാര്യങ്ങളും വണ്ടിയുടെ വിലയിൽ നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന വലിയൊരു ഫാക്ടറാണ് സബ് 4 മീറ്ററിന് വേറെ തന്നെ ടാക്സേഷൻ ഉള്ളതുകൊണ്ട് പല വണ്ടികളും നമുക്കറിയാം സബ് 4 മീറ്ററിലാണ് വരുന്നത്. ഇങ്ങനെ ഓരോ വണ്ടിയും ഓരോ സെഗ്മെന്റൈസ് ചെയ്യുന്നതിനാണ് ഇത് മെയിൻ ചെയ്യുന്നത്. വിശദമായിട്ട് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതാണ് ബേസിക്കലി ഇതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. അടുത്തത് ചോദിച്ചിരിക്കുന്ന MI_ADV ആണ്. എൻഡെവർ ഫോർച്യൂണർ ഏതാണ് ബെസ്റ്റ്? നല്ലോണം ലോങ് ഓടുന്ന യൂസ് ആണ്. 2013 സ്കോർപിയോ ആണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 3.8 ലക്ഷം കിലോമീറ്റർ ഓടി. വെരി ഗുഡ്. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെയധികം നമ്മൾ ഈ ലൈവ് എല്ലാം ചെയ്യുമ്പോൾ ചോദിക്കപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ യാത്രകൾ ചെയ്തപ്പോൾ എൻഡെവറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എൻഡെവർ ആണോ ഫോർച്യൂണർ നല്ലത് പലപ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് രണ്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബ്രെയിനും ഹാർട്ടും തമ്മിൽ തീരുമാനിക്കുന്ന പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മളെ ബ്രെയിനിന് എപ്പോഴും ലോജിക്കലി ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കാനുള്ള വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ്, മെയിൻ്റെനൻസ് കോസ്റ്റ്, അതുപോലെ തന്നെ റിലയബിലിറ്റി, പിന്നെ വിൽക്കുമ്പോൾ റീസെയിൽ വാല്യൂ. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളത് എൻജോയ് ചെയ്യുന്ന വേണ്ടിയിട്ട്. എൻഡെവറും ഫോർച്യൂണറും ഇതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻഡെവർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹാർട്ട് കൊണ്ട് തീരുമാനിക്കുന്ന ഒരു വണ്ടിയാണ് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ലുക്ക്, അതുപോലെ തന്നെ ഒരു റഗഡ് ഫീൽ, ഓഫ് റോഡബിലിറ്റി, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സാണ് പലപ്പോഴും എൻഡെവർ പലരും സെലക്ട് ചെയ്യുന്നത്. ഫോർച്യൂണർ എന്ന് പറയുമ്പോൾ ടൊയോട്ടയാണ് അതിൻ്റെ റിലയബിലിറ്റി, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവുണ്ട്, അതിന് റീസെയിൽ വാല്യൂ കിട്ടുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി ടൊയോട്ട ഫോർച്യൂണറിന് കൂടുതലാണ്. ഇങ്ങനെ ഇത്രയെല്ലാം ഓടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻഡെവറിനേക്കാളും ഞാൻ ഫോർച്യൂണറാണ് സെലക്ട് ചെയ്യുക. കാരണം ഒന്ന്, കുറച്ചുകൂടി റിലയബിൾ ആണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും ഓടുമ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇനീഷ്യലി അവർ കുറച്ച് പൈസ അധികം വാങ്ങുന്നുണ്ടെങ്കിലും ഇങ്ങനെ 3 ലക്ഷം കിലോമീറ്റർ മേലെ ഓടിക്കുന്ന ഒരാളാണ്, ഏകദേശം 4 ലക്ഷം കിലോമീറ്ററിൽ ഓടിയുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾക്കെല്ലാം കുറച്ചുകൂടി നല്ല ഫോർച്യൂണർ ആയിരിക്കും. ടൊയോട്ടയുടെ റിലയബിലിറ്റിയും അതുപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെനൻസ് കോസ്റ്റും ഇത്രയെല്ലാം ഓടിയിട്ട് നിങ്ങൾ വിൽക്കുമ്പോഴും മോശമില്ലാത്ത വിലയും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ഫോർച്യൂണർ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, എനിക്ക് സാധിക്കുമെങ്കിൽ ഇന്റർസെപ്റ്റർ 650 റിവ്യൂ ഫ്ലൈവിൽ കൊണ്ടുപോകാമോ? അനോജ് ഷാജു ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർസെപ്റ്ററിന്റെ റിവ്യൂ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫസ്റ്റ് റൈഡ് റിവ്യൂ ആണ്. നമ്മൾ ഫസ്റ്റ് വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ ഗോവയിൽ വെച്ചിട്ടായിരുന്നു റിവ്യൂ ചെയ്തിരുന്നത്. അതിൽ പലപ്പോഴും പലരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. കുറേ മുമ്പത്തെ റിവ്യൂ ആണ്. പക്ഷെ എനിക്കും അത് കണ്ടപ്പോൾ തോന്നുന്നുണ്ട് ഒരുപാട് ലിമിറ്റേഷൻസിലായിരുന്നു ചെയ്തത്. കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വണ്ടി ഓടിക്കാൻ ഒരുപാട് സമയം തന്നെ കിട്ടി. കാരണം നമ്മൾ രാവിലെ ഗവൺമെന്റ് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് വരെ പോയി ഏകദേശം നമ്മൾ 200 കിലോമീറ്റർ മേലെല്ലാം റൈഡ് ചെയ്തിരുന്നു. 200-250 കിലോമീറ്ററോളം തന്നെ റൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് തന്നെ പോകുമ്പോൾ ഏകദേശം 120 കിലോമീറ്ററോളം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള റൈഡെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ അന്ന് ഷൂട്ട് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ക്യാമറമാനെ ട്രാക്ക് ചെയ്യുന്ന വണ്ടി വേറെ ആയതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്രോബ്ലം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഞാനൊന്ന് ഇന്റർസെപ്റ്ററിന്റെ റിവ്യൂ ഒന്നുകൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇതിൽ ഇനി 2-3 ക്വസ്റ്റ്യൻസ് ഉള്ളത് ആക്ച്വലി വണ്ടികൾ അതിൻ്റെ ഇന്ന വർഷമായി അതുകൊണ്ട് ട്രിബ്യൂട്ട് വീഡിയോ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ചോദിച്ചിട്ടുള്ള. അപ്പോൾ അത് ഞാൻ ഇവിടെ ചോദിക്കുന്നില്ല. അതിൻ്റെ ഒരു ആൻസർ ഞാൻ വീഡിയോ കൊണ്ടുവന്നിട്ട് ചെയ്യാം. അതുകൊണ്ട് അത് ഞാൻ അവിടെ തൽക്കാലം പെൻഡിങ് വെക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാലന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഭാവിയിലെ ഫ്യൂൽ ഹൈഡ്രജൻ ആകാൻ എത്ര സാധ്യതയാണുള്ളത്? ഇലക്ട്രിക് ഓർ ഹൈഡ്രജൻ, ഏതായിരിക്കും ഭാവിയിലെ ഫ്യൂൽ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇൻഫാക്ട് പലരും ഇതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഏതായിരിക്കും ഭാവിയിലെ ഫ്യൂൽ. ഇപ്പം നമുക്കറിയാം ഇലക്ട്രിക്കിനെ കുറിച്ച് എല്ലാവരും പറയാൻ തുടങ്ങുമ്പോൾ ഇലക്ട്രിക് ആണ്, ഇലക്ട്രിക്കിൻ്റെ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ആണ് ഇപ്പം നെക്സ്റ്റ് ഫ്യൂച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ ഒരു ലോങ് റണ്ണിൽ ഇലക്ട്രിക് ആയിരിക്കില്ല ഫ്യൂച്ചർ. ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ആയിരിക്കും ഫ്യൂച്ചർ.
അതിനെക്കുറിച്ചിട്ട് ഞാൻ വെറുതെ പറയില്ല. ഞാൻ അത് ആധികാരികമായിട്ട് പറയാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ജപ്പാനിൽ പോയ സമയത്തും അതുപോലെ തന്നെ കൊറിയ പോയ സമയത്തും കണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റാണ്. ഞാൻ കൊറിയയിൽ പോയത് ഹ്യുണ്ടായി ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. അപ്പോൾ ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ കിയയും ഹ്യുണ്ടായും എല്ലാം അടങ്ങുന്ന അവരുടെ R&D വിസിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവർ ഇലക്ട്രിക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ ഏറെ ഇൻപുട്ട് കൊടുക്കുന്നത് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിനാണ്. എന്നാൽ ഹൈഡ്രജൻ എങ്ങനെ അത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ആയിരുന്നു ഞാൻ ജപ്പാനിൽ പോയപ്പോഴും. ജപ്പാനിൽ ടൊയോട്ടയുടെ കൂടെ ആയിരുന്നു പോയത്, ലെക്സസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ R&Dയിൽ പോയപ്പോഴും അവരും ഫ്യൂൽ സെല്ലിനാണ്, അതായത് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിലേക്കാണ് ഫ്യൂച്ചർ പോകുന്നത്. മറ്റൊന്നുള്ളത് കമേഴ്ഷ്യൽ വെഹിക്കിൾ തന്നെയാണ്. അതിപ്പോൾ നമുക്ക് പലപ്പോഴും പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെർസിഡീസ് ബെൻസ് അവരുടെ ഒരു ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫ്യൂച്ചർ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഒരു കോൺസെപ്റ്റ് കാണിച്ചു. ആ ടെസ്റ്റിംഗ് ചെയ്യുന്നത് തന്നെ മെയിൻ ആയിട്ടുള്ള റൈവൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയിട്ടുള്ള വോൾവോ ആയിട്ട് ചേർന്നിട്ടാണ്. ടെസ്റ്റിംഗ് ചെയ്യുന്നില്ല, ഫ്യൂൽ സെൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഡാimler ട്രക്ക് എന്ന് പറയുന്ന മെർസിഡീസ് ബെൻസിൻ്റെ കമ്പനിയും അതുപോലെ തന്നെ വോൾവോ ട്രക്ക് ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഫ്യൂൽ സെല്ലിനും അതുപോലെ ഹൈഡ്രജനും വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കിയത് 2018 ഹനോവർ ഓട്ടോ ഷോ എന്ന് പറയും. അന്ന് ട്രക്കുകളുടെ ഒരു ഏറ്റവും വലിയൊരു ഷോ ആണ് ഹനോവറിൽ നടക്കുന്നത്. അവിടെ പോയപ്പം അന്ന് കുറേ കോൺസെപ്റ്റ്സും അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് ചെയ്യുന്നതെല്ലാം കണ്ടിരുന്നു. ഞങ്ങളുടെ പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യൻസെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഫ്യൂച്ചറായിട്ട് തോന്നുന്നത്. കാരണം കുറേ കൂടി നാച്ചുറലാണ്. ഈ ബാറ്ററിയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ബാറ്ററി കളയുന്ന സമയത്ത് ഉണ്ടാകുന്ന റേഡിയേഷൻ്റെ പ്രകൃതി മലിനീകരണം, പിന്നെ ഹൈ കോസ്റ്റ്. ഇത് ഇപ്പോൾ കോസ്റ്റ്ലി ആണ് ഇപ്പോൾ ഹൈഡ്രജൻ, പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് കോസ്റ്റ് കുറയ്ക്കാൻ. അപ്പോൾ ആ പരീക്ഷണം സക്സസ് ആയാലും എനിക്ക് തോന്നുന്നത് മിക്കവാറും ഹൈഡ്രജൻ തന്നെ ആയിരിക്കും ഫ്യൂൽ ഫോർ ദ ഫ്യൂച്ചർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, എയർ സസ്പെൻഷൻ ബോഡി റോൾ കുറയ്ക്കുമോ? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ആനന്ദ് വി പ്രദീപാണ് ചോദിച്ചിരിക്കുന്നത്. എയർ സസ്പെൻഷൻ കൊണ്ട് ബോഡി റോൾ കുറയ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സസ്പെൻഷൻ ട്യൂൺഡ്. ചില എയർ സസ്പെൻഷൻ ബോഡി റോൾ കൂട്ടാറുണ്ട്. നമുക്ക് തോന്നും കുറച്ചുകൂടി വലിഞ്ഞ് വീടിന് പോകുമ്പോൾ, കാരണം എയറാണ് അതിൻ്റെ കംപ്രഷനും കാര്യങ്ങളനുസരിച്ചിട്ട് എത്രത്തോളം സ്റ്റിഫ് ആവും അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു കൺട്രോൾ വരുന്നത്. എയർ സസ്പെൻഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ബോഡി റോൾ ഉള്ള വെഹിക്കിൾ, ഇപ്പോൾ പുതിയ എസ് ക്ലാസിൻ്റെ റീസെൻ്റ്ലി ഒരു ടെസ്റ്റ് ഞാൻ കണ്ടു. അത് സ്വീഡനിൽ നടക്കുന്ന സേഫ്റ്റി ടെസ്റ്റാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന എയർ സസ്പെൻഷനിൽ അവർ ആദ്യത്തെ ടെസ്റ്റ് ചെയ്തത് ഭയങ്കരമായിട്ട് ബോഡി ഒലഞ്ഞിട്ടാണ് പോകുന്നത്. ബോഡി റോൾ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ബോഡി ഒലഞ്ഞിട്ട് പോയിട്ട് ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു. പക്ഷേ അത് സ്പോട്ടിലിട്ടപ്പോഴേക്കും ആ സ്റ്റിഫൻ ചെയ്ത് പക്ക ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ഇത് എല്ലാ വെഹിക്കിളിലും നമുക്ക് ബാധകമാണ്. പല പ്രോപ്പർലി ട്യൂൺ ചെയ്യാൻ പറ്റുന്ന, പ്രോപ്പർലി സെറ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനിൽ ശരിക്കും എയർ സസ്പെൻഷനിലാണെങ്കിൽ ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റൻ അയച്ചിരിക്കുന്നത് ജോർജ് ആണ്. ജോർജ് ചോദിച്ചിരിക്കുന്നത് P400 ഡിഫൻഡർ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നാണ്. ഈ വേരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ പല വേരിയൻസും ചില സമയത്ത് നമ്മൾ അറിയുന്നുണ്ടാവില്ല മാർക്കറ്റിൽ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ അവൈലബിൾ അല്ലാത്തതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ലാൻഡ് റോവറിൻ്റെ കൊച്ചി ഡീലറായിട്ടുള്ള മുത്തൂറ്റിൽ വെച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് P400 ഒരു ട്രിമ്മിൽ മാത്രമാണ് അവൈലബിൾ. എക്സ് എന്ന് പറഞ്ഞ ട്രിമ്മിലാണ്. അത് കസ്റ്റമൈസ് ചെയ്യാവുന്ന ട്രിമ്മാണ്. അത് കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോഴേക്കും സമയമെടുക്കും. എന്തായാലും ഒരു 6 മാസം ഡിലേ ഉണ്ടാവും. എന്തായാലും 2022 മോഡലിൽ ഇനിയിപ്പോൾ P400 അവൈലബിൾ ആവും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് P300 ആണ്. അപ്പം 400 വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ഡൗട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. വാഹനം കീഴ്മേൽ മറിയുന്ന കേസിൽ പാനോറമിക് സൺറൂഫ് ശരിക്കും റിസ്ക് അല്ലേ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അഷർ ഹസനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. ഞാൻ റീസെൻ്റ്ലി ആണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ സൺറൂഫിനെ കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ സൺറൂഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വല്ലാണ്ട് യൂസ് ചെയ്യാത്തൊരു ഫീച്ചർ. ഈവൻ പാനോറമിക് സൺറൂഫ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരൊന്നും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ വോൾവോ XC60 ഉള്ള ആളാണ്. അവനോട് പറയുന്നത് അത്രയും കാലമായിട്ട് ഉപയോഗിക്കുന്നത് 4-5 പ്രാവശ്യം ഉണ്ടാവുമെന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ബേസിക്കലി ഇതെല്ലാം സ്ഥിതിയെങ്കിലും ഇന്നിപ്പം എല്ലാ ഒരുവിധം ലക്ഷറി കാറിലും പാനോറമിക് സൺറൂഫാണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് സ്റ്റീലിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള റൂഫ് ഓഫ് കോഴ്സ് സ്ട്രോങ് ആയിട്ട് വരും. അപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് പാനോറമിക് സൺറൂഫിൽ ഉണ്ടാകുന്നത്. കുറേ എല്ലാം തന്നെ ഡാമേജസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എല്ലാം അബ്സോർബ് ചെയ്യാവുന്ന തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ട്. എങ്കിലും പൊട്ടാവുന്ന ഒരു ഘട്ടം വരുമ്പം അത്ര വലിയ ഇമ്പാക്റ്റ് ആണെങ്കിൽ പൊട്ടിപ്പോകും. അത് ഉറപ്പാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാറ് റീസെൻ്റ്ലി വന്നത് ഒരു വെർണായിരുന്നു. ഹിൻഡാ വെർണ, പുതിയ ജനറേഷൻ. അപ്പോൾ അത് വന്നിരുന്നത് അതിൻ്റെ സൺറൂഫിൻ്റെ മേലെ തേങ്ങ വീണിട്ട് പൊട്ടിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ വേറെ ഫ്രണ്ടിന് വണ്ടി 221 സീരീസ് എടുക്കുക. കഴിഞ്ഞ ജനറേഷൻ വണ്ടിയാണ്. കഴിഞ്ഞ എൻ്റെ മുന്നത്തെ ഇപ്പം 223 വന്നിട്ടില്ല. അതിൻ്റെ മുന്നത്തെ ജനറേഷനാണ്. യൂസ്ഡ് എടുത്ത വണ്ടിയാണ്. പുള്ളിയുടെ ഷോപ്പിൻ്റെ അവിടെ പാർക്ക് ചെയ്യുമ്പം ഷെൽട്ടറൊന്നും ഇല്ല, മേലെ റൂഫൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത്. ഒരു തവണ നല്ല കാറ്റിൽ ഒരു വലിയൊരു
മരത്തിൻ്റെ ഒരു കൊമ്പ് പൊട്ടി വീഴും. സംഗതി അതിൻ്റെ ബോഡീൻ്റെ ഭാഗത്ത് സ്ക്രാച്ചെല്ലാം വന്നെങ്കിലും ഗ്ലാസ് പൊട്ടുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു എക്സ്പീരിയൻസ്. അപ്പം വലിയ ഇമ്പാക്റ്റുകളെല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഗ്ലാസ്സുകൾ. എങ്കിലും ചില കേസിൽ ചില ബ്രാൻഡിൻ്റെ ചില മാനുഫാക്ചേഴ്സിൻ്റെയും വേരിയൻറ്റിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള കേസിൽ ഇപ്പോൾ ഈ പറഞ്ഞ സൺറൂഫെല്ലാം പൊട്ടുന്നത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ കോമൺലി പലപ്പോഴും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്, കാർ അധികം യൂസ് ചെയ്യാത്തവർ പെട്രോൾ ഓർ ഡീസൽ എടുക്കുന്നതാണോ നല്ലത്? കുറച്ച് നാൾ കാർ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ കുഴപ്പം ഇല്ലാത്തത് ഏതിനായിരിക്കും എന്നുള്ളതാണ്. മുഹമ്മദ് അഫ്സലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കോമൺലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അധികം ഓട്ടം ഉള്ളവർ ഡീസലും ഓട്ടം കുറഞ്ഞവർ പെട്രോൾ എടുക്കാന്നുള്ളത്. അത് ബേസിക്കായിട്ട് പറയുമ്പം അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത്. എങ്കിലും ഇന്നിപ്പം ഫ്യൂവൽ പ്രൈസിൽ ഡിഫറൻസ് വരുമ്പോൾ ഡീസൽ തന്നെയാണ് ഓട്ടത്തിന് കൂടുതലുള്ള കേസിൽ മെച്ചം. കാരണം ഡീസൽ കാറുകളാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ചില ഡിഫറൻസ് ആണെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ മേലെ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡീസൽ കാറിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ പെട്രോൾ കാറിന് കുറവാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും ഡിഫറൻസ് ഉണ്ട്. എങ്കിലും സാധാരണ ഓട്ടം കുറയുന്ന കേസിൽ പെട്രോൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്, കുറച്ച് നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഏതായിരിക്കും പറ്റുന്നത്? അത് ഞാൻ പറയുന്നത് യൂസ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതാണ്. കഴിയുന്നത് വണ്ടി ഉപയോഗിക്കണം. പെട്രോളോ ഡീസലോ എന്നുള്ളതിൽ കുറച്ചുകൂടി പെട്രോളിന് ചെറിയ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുമെങ്കിലും ഇന്നത്തെ കാറുകൾക്ക് എല്ലാം തന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ പെട്ടെന്ന് കേടാവും. അത് ഇനി ഇലക്ട്രോണിക്സ് അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്ന കാറുകൾ ബ്രേക്ക് ഡൗൺ ആവാറുള്ളത് മെക്കാനിക്കലിനെക്കാളും ഈ ഇലക്ട്രോണിക്സിനെ കൊണ്ടുള്ള ഇഷ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമുക്കെല്ലാം ഒരുപാട് ഗൾഫ് ഉള്ള മലയാളികളിലാണ്. അപ്പോൾ അവരുടെ ബന്ധുക്കളിലെല്ലാം തന്നെ കാറ് ഒന്ന് സ്റ്റാർട്ടാക്കാനും നീക്കി വെക്കാനെല്ലാം പറഞ്ഞ രീതിയിൽ വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കാതെ വെക്കുമ്പോൾ എലി ഈ പറഞ്ഞ പോലെ വയറുകളിൽ കടിക്കുന്ന ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവാറുണ്ട് റാമ്പായിട്ട്. അതെന്തുകൊണ്ടാണല്ല എലിക്ക് അവിടെ ഒരു ടേസ്റ്റുള്ള എലമെൻ്റാണ് ഈ വയറിലുള്ളതല്ല. പലപ്പോഴും എലി കടിക്കുന്ന ഒരു ഇഷ്യൂസും ഉപയോഗിക്കാതെ എടുക്കുന്ന വണ്ടികൾക്കുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നുള്ളത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണോ അതോ അതൊരു എന്താ പറയുക ഒരു അഭിപ്രായമാണോ ഒരു കൽപ്പനയാണോ എന്നല്ല. എനിവേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബെർണറ്റ് തോമസ് ആണ് ഇത് അയച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ പെട്രോൾ ഡീസൽ വിലയെ പറ്റി പ്രതികരിക്കും. അങ്ങനെ വാഹന നിർമ്മാതാക്കളെ കൊണ്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും. എങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പെട്രോളോ ഡീസലിൻ്റെ വില വർധനവ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രതികരിക്കാന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ട്. പലരും പ്രതികരിക്കാന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയാത്ത ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. പല രീതിയിലും പ്രതികരിക്കാം. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ മുതൽ പലതരത്തിൽ നമുക്ക് ഫിസിക്കലി വരെ പ്രതികരിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോൾ വലിയ സംഘടിച്ചിട്ടുള്ള ഒരു പ്രതികരണം വരുമ്പോഴേ ഇതിനുള്ള എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പല പ്രതികരണത്തിൽ എന്നിട്ടും എഫക്റ്റ് ഇല്ലാത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെ രാജ്യത്തുണ്ടായ പല പ്രതികരണത്തിനും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രതികരിക്കാതെ ഇരിക്കരുതെന്ന് ഞാൻ പറയില്ല, പ്രതികരിക്കുന്നത് പ്രതികരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു അടുത്തൊരാളായിട്ട് ഈ 100 രൂപ പെട്രോൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നതായിട്ട് സംസാരിച്ചത്. അപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ആ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്, സാധാരണ പ്രതികരിക്കാറുള്ളത് ഒരു താഴേക്കട നിൽക്കുന്ന ആൾക്കാരാണ്. കുറച്ചുകൂടെ ഒരു മേലേക്കട പോകുമ്പോൾ ആളുകൾ പ്രതികരിക്കാറില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ താഴേക്കട നിൽക്കുന്നവർക്ക് ഈ ഒരു പെട്രോൾ വിലൻ്റെ ഡീസലിൻ്റെ വർധനവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അത് കാറുകളോ വണ്ടികളോ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് അറിയുന്നില്ല എന്നാണ് ആ വ്യക്തിയുടെ അഭിപ്രായം. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്, അതങ്ങനെയല്ല. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധന വില വർധന കൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നവരാണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് പച്ചക്കറി ആണെങ്കിലും മരിയാണെങ്കിലും വാങ്ങും, നമ്മൾ ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഷോപ്പ് വരിയിൽ എത്തുമ്പോഴേക്ക് ഒരുപാട് തരത്തിൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. അതിൽ ഇന്ത്യയിലാണെങ്കിൽ 70% റോഡ് മാർഗം ട്രക്ക് ഉപയോഗിച്ചുള്ള ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത്. അപ്പോൾ ട്രക്കിനുള്ള ഫ്യൂവൽ കൂടുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട്. ട്രെയിനിൽ വരുന്ന സാധനങ്ങൾ പോലും എൻഡ് കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും വാഹനത്തിലൂടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രീ സർവീസ് നമ്മളറിയാതെ കിട്ടുന്നുണ്ട്. ഇപ്പം പോലീസ് ആവട്ടെ, അതുപോലുള്ള പല സർവീസും നമുക്ക് ഫ്രീ സർവീസാണ്. പക്ഷെ അത് പൊതുഖജനാവിൽ നിന്നാണ് അതിൻ്റെ ചെലവിലേക്ക് പോകുന്നത്. വാഹനങ്ങൾ പോലീസ് ഉപയോഗിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കണം, അതിനെല്ലാം ചിലവ് കൂടും. നമ്മൾ ഡയറക്റ്റ്ലി ചിലവ് കൂടുമ്പോൾ നമുക്കതിൻ്റെ എഫക്റ്റ് ഇല്ലെങ്കിലും നമുക്കുള്ള പല ആളുകൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടിനുള്ള ചിലവ് എന്നായിരിക്കും ഗവൺമെൻറ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ പൊതുവെ ഇന്ധന വില വർധന ഉണ്ടാവും. നമ്മളെല്ലാവരും അത്
അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രതികരിച്ചാൽ തന്നെ അതിന് എഫക്റ്റ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ പ്രതികരിക്കുമ്പം എഫക്റ്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രതീക്ഷ പലപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്താറാണ് പതിവ്. അഗെയിൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് പൊളിറ്റിക്സ് ആവും, അപ്പം അതിനെപ്പറ്റിയും പറയുന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പബ്ലിക്കലി കാണാൻ പറ്റില്ലെങ്കിലും നമ്മുടെ രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ബിഗ്ഗസ്റ്റ് ഫാക്ട്. ഇന്നത്തെ ഈ ഹാസ്ക് ഹാൻഡിൽ എന്നുള്ള സെഷനോട് എൻഡ് ചെയ്യാണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ലെഫ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. അത് ചോദ്യങ്ങളല്ല, വണ്ടികൾ കൊണ്ടുവരാനുള്ള അഭിപ്രായങ്ങളായതുകൊണ്ട് ഞാൻ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നുണ്ടാണ് ഞാൻ പറയാത്തത്. കഴിയുന്നത്രയും ഞാൻ വണ്ടികളെല്ലാം പറഞ്ഞ വണ്ടികളെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇനി കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കോമൺലി വന്നതെല്ലാം തന്നെ ഒന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ അയക്കാൻ നോക്കി. ഇനിയിപ്പോൾ ഒന്ന് ലെഫ്റ്റ് ഔട്ട് ചെയ്ത് മിസ്സായതെല്ലാം അടുത്താണ് നമ്മൾ എടുക്കും. നിങ്ങൾക്ക് #, ആസ്ക് ഹാനി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ അയക്കാം. അതുപോലെ തന്നെ ആ #ൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ചോദിച്ചിട്ടുള്ള ഗിവ് അവേൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അയക്കാം. ഞാൻ നേരത്തെ കാണിച്ച ഈ ബുക്ക് തന്നെയാണ് ടൈംലെസ് മഹീന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു കോമ്പറ്റബിൾ ബുക്ക് നിങ്ങൾക്ക് പ്രൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ചോദ്യം ഈ ഇടയ്ക്കുണ്ട്. ആരെങ്കിലും മിസ്സായിട്ട് നിങ്ങളത് പ്രിവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യണം. അടുത്ത ആസ്ക് ഹാനി എപ്പിസോഡിലായിരിക്കും ഞാൻ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ അത് തലേ ദിവസം വരെയുള്ള എൻട്രീസ് നമ്മളെടുക്കും. അന്ന് നമ്മൾ ഏതായാലും ഷൂട്ട് ചെയ്തിട്ട് പിറ്റേന്ന് എഡിറ്റ് ചെയ്തിട്ടുമ്പോഴേക്കുള്ള എൻട്രി ആ വീക്കിലെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കില്ല. അടുത്താണ് നമ്മൾ കാണുന്നവരെ സ്റ്റേ സേഫ്. നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ടിരിക്കണം. അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ലൈഫ് എൻജോയ് ചെയ്യാം. May God bless. Okay. Bye.